നമസ്കാരം. അജയ്സ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്ലസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഏഷ്യാനെറ്റിൽ ഒരു പരിപാടിയുണ്ട്. ശ്രീമതി സിന്ധു സൂര്യകുമാർ എന്നു പേരായ ഒരു മാപ്രയാണ് ചവർ സ്റ്റോറി എന്ന് ദോഷൈക ദൃക്കുകൾ പറയുന്ന കവർ സ്റ്റോറി തയ്യാറാക്കുന്നത്. ശ്രീമതി സിന്ധു സൂര്യകുമാർ അവരുടെ കവർ സ്റ്റോറിയിൽ എന്തുകൊണ്ടാണ് BJP കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനവർ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് രാജ്ദീപ് സർദേശായി ഇന്ത്യ ടുഡേക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു സർവേയുടെ വിശകലനമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വേരോട്ടം നടത്തുന്നത് BJP ആണ് എന്ന് കണ്ടുപിടിച്ചത് രാജ്ദീപ് സർദേശായി ആണ് എന്നാണ് ശ്രീമതി സിന്ധു സൂര്യകുമാർ പറയുന്നത്. അങ്ങനെയാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരു സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് കൊണ്ടോ അതല്ല എങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-16 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് കൊണ്ടോ ആണ് BJPക്ക് വേരോട്ടം കൂടിയത് എന്നാണോ പറയുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ കണ്ട പ്രകടനമൊന്നും BJP നടത്തണം എന്നില്ല. അവിടെ പൊതുജനത്തിൻ്റെ പ്രയോറിറ്റി അത് മാറും. കിറ്റും പെൻഷനും അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്ന് വരാം. ശ്രീമതി സിന്ധു നല്ലൊരു മാപ്ര ആയിരുന്നുവെങ്കിൽ രാജ്ദീപ് സർദേശായിയുടെ കണ്ടുപിടുത്തങ്ങൾ അപ്പാടെ വിഴുങ്ങുമായിരുന്നില്ല. ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഏറ്റവും വേരോട്ടമുള്ളത് കേരളത്തിലല്ല, കർണാടകയിൽ തന്നെയാണ്. അവിടെയുള്ള 28 ലോക്സഭാ സീറ്റുകളിൽ 17 എണ്ണം BJPക്കാണുള്ളത്. നിയമസഭയിലാണെങ്കിൽ 66 MLA-മാരുമാണ് BJPക്ക് ഉള്ളത്. ഭരണം BJPക്കല്ല എങ്കിലും അതവിടെ നിൽക്കട്ടെ. നേരത്തെ പറഞ്ഞ ചോദ്യം, ഇടത് ചിന്താഗതി ഇത്രമാത്രം ശക്തമായ 100% സാക്ഷരതയുള്ള കോൺഗ്രസ്സിന് നല്ല വേരോട്ടമുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് BJP ശക്തിപ്പെടുന്നത്? ഈ ചോദ്യത്തിലുമുണ്ട് കുഴപ്പം. ഇടതിന് ശക്തിയുള്ളിടത്ത്, 100% സാക്ഷരത ഉള്ളിടത്ത് BJPക്ക് വേരോടാൻ പാടില്ല എന്ന വല്ല നിയമവുമുണ്ടോ ശ്രീമതി സിന്ധു? ഇനി കോൺഗ്രസ്സിന് നല്ല വേരോട്ടമുള്ള കേരളത്തിൽ എങ്ങനെ BJP വേരോടിക്കുന്നു? ഇതാണ് അതിലും വലിയ തമാശ. കേരളത്തിൽ BJPക്ക് വേരോട്ടമില്ല എന്നതാണ് സത്യം. മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും UP-യിലും ഹരിയാനയിലും ഗുജറാത്തിലുമൊക്കെ ഒരു കാലത്ത് കോൺഗ്രസ്സിന് നല്ല വേരോട്ടമുണ്ടായിരുന്നു. ശ്രീമതി സിന്ധു അത് മറന്നുപോയോ? ഈ ചോദ്യം ചോദിച്ചിട്ട് നമ്മുടെ ശ്രീമതി സിന്ധു അത് നേരെ പോകുന്നത് മഹാകുംഭമേളയിലേക്കാണ്. ഈ ചോദ്യവും മഹാകുംഭമേളയുമായി എന്താണ് ബന്ധം? ബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ശ്രീമതി സിന്ധു സൂര്യകുമാർ. പിന്നെ അങ്ങോട്ട് കുംഭമേളയെ ചൊറിയുകയാണ്. 64 കോടി ജനങ്ങൾ ഇത്തവണ മഹാകുംഭമേളയിൽ പങ്കെടുത്തു എന്ന് UP മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് പറഞ്ഞു അത്രേ. ശരിയായിരിക്കും. പക്ഷേ ശ്രീമതി സിന്ധുവിൻ്റെ ചൊറിച്ചിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ ഹിന്ദു ജനവിഭാഗത്തിൽപ്പെട്ടവരിൽ പകുതിയിൽ ഏറെ പേര് മഹാകുംഭമേളയിൽ സ്നാനം ചെയ്തു അത്രേ. ഈ കണക്ക് ശ്രീമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയായാലും അത്രയും പേരൊന്നും കുംഭമേളയിൽ പങ്കെടുത്തിട്ട് ഉണ്ടാകില്ല എന്നത് സമർത്ഥിക്കാൻ AI ക്യാമറ കൊണ്ടുവരുന്നു. നോട്ട് നിരോധനത്തിന് ശേഷം വരുന്ന പുതിയ നോട്ടിൽ ചിപ്പ് വെച്ചിട്ടുണ്ട് എന്ന് ആരോയൊക്കെ എഴുതി പൊലിപ്പിച്ചത് കൊണ്ടുവരുന്നു. ഇതെല്ലാം അപ്പാടെ അങ്ങ് വിഴുങ്ങുവാൻ ഒരു മടിയുണ്ട് ശ്രീമതിക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എളിയ അഭിപ്രായം പറഞ്ഞാൽ ഉടനെ തന്നെ യോഗി ഈ പറഞ്ഞ നമ്പറിൽ, അതായത് 64 കോടി എന്നത് ഒരു 10-20 കോടി കുറച്ചിട്ട് പുതിയ ഒരു കണക്ക് ഏഷ്യാനെറ്റിനും ശ്രീമതി സിന്ധുവിനും വിശ്വാസം വരുന്ന രീതിയിൽ ഉടനെ തന്നെ അറിയിക്കണം എന്നാണ്. പറ്റുമെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരൻ യോഗിയുമായി സംസാരിച്ചിട്ടാണെങ്കിലും ശ്രീമതി സിന്ധുവിൻ്റെ ഈ ഒരു സംശയത്തിന് നിവൃത്തി വരുത്തി കൊടുക്കണം. CPM ഭരിക്കുന്ന നാട്ടിലെ മലയാളിക്കും കുംഭമേളയിൽ ഇത്തവണ വലിയ താല്പര്യമുണ്ടായി എന്നാണ് ശ്രീമതിയുടെ അടുത്ത പ്രശ്നം. CPM ഭരിക്കുന്ന നാട്ടിലെ മലയാളിക്കും കുംഭമേളയിൽ താല്പര്യമുണ്ടായിരിക്കുന്നു. CPM-ന് എന്താ കൊമ്പുണ്ടോ? CPM ഭരിക്കുമ്പോൾ കുംഭമേളയിൽ പങ്കെടുക്കുവാൻ പാടില്ലേ? മലയാളിക്ക് വിവരം വെച്ചു എന്നതാണ് സത്യം. ബംഗാളിൻ്റെയും ത്രിപുരയുടെയും അവസ്ഥ കേരളത്തിന് വരരുത് എന്ന് മലയാളി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ ഇപ്പോഴാണ് പറയേണ്ടത് കേരള സാർ 100% ലിറ്ററസി സാർ എന്ന്. കുംഭമേളയിൽ പങ്കെടുക്കുക, അവിടെ സ്നാനം ചെയ്യുക ഒക്കെ BJPയെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെ ഈ ശ്രീമതി വെച്ച് അലക്കുന്നത് കേട്ടു. കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ അലക്കൽ ആരംഭിക്കുന്നത്. ലിറ്ററസിയും കുംഭമേളയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ഇത്തവണ കുംഭമേളയിൽ പങ്കെടുത്ത ഒരു വിദേശ വനിതയുടെ പേര് ലൊറിൻ പവൽ ജോബ്സ് എന്നായിരുന്നു. കമല എന്ന പേര് സ്വീകരിച്ചാണ് ഈ വനിത ഇന്ത്യയിൽ
കുംഭമേളയിൽ പങ്കെടുത്തത്. ഇവർ ക്രിയായോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം ഇതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. $15 ബില്യൺ നെറ്റ്വർത്തുള്ള ആപ്പിളിൻ്റെ ഫൗണ്ടർ കൂടിയായ സ്റ്റീവ് ജോബ്സിന്റെ വിധവയ്ക്ക് എന്തേ ലിറ്ററസി ഇല്ലേ? കുംഭമേളയിൽ പങ്കെടുത്താൽ എങ്ങനെയാണ് BJPയെ പ്രീണിപ്പിക്കാൻ പറ്റുന്നത്? ഞാൻ കുംഭമേളയ്ക്ക് പോയാൽ ഞാൻ താമസിക്കുന്ന വാർഡിലെ BJPയുടെ നേതാവ് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അറിയുക പോലുമില്ല. പിന്നെ ആരെ പ്രീണിപ്പിക്കുവാനാണ് ഈ കാണായ ജനം മുഴുവൻ അവിടെ ചെന്നത്? BJPയെ പ്രീണിപ്പിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? എത്ര ബാലിശമായ ചിന്തയാണ് എന്ന് നോക്കൂ. 114 വർഷത്തിൽ സംഭവിക്കുന്ന ഒരു മഹാസംഭവത്തിനെ ഒന്ന് ഇകഴ്ത്തി കാണിക്കുവാൻ ഒരു വഴിയും കിട്ടാത്ത ഒരു മാപ്രയുടെ ആശയദാരിദ്ര്യം എന്നോ ഇൻ്റലക്ച്വൽ പോവർട്ടി എന്നോ വേണം ഇതിനെ നമുക്ക് പറയുവാൻ. നല്ല പരസ്യം, നല്ല PR, നല്ല ബിസിനസ്, ഇതാണ് ശ്രീമതിയുടെ അടുത്ത കമൻറ്റ്. ശരിയാണ്, ഞാനും യോജിക്കുന്നു. അതിനെന്താ കുഴപ്പം? ഒരു 10-15 വർഷം മുമ്പ് കേരളത്തിൽ നമ്മുടെ ആലുവയ്ക്കടുത്ത് തിരുവൈരാണിക്കുളം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ തിരുവൈരാണിക്കുളത്ത് ഒരു മഹാദേവ ക്ഷേത്രമുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. അവിടെ ധനുമാസത്തിലെ തിരുവാതിരയോട് ചേർന്ന് പാർവതി ദേവിയുടെ നട 12 ദിവസം മാത്രം തുറക്കുന്ന ഒരു ഉത്സവം അത് പണ്ടുമുണ്ടായിരുന്നു. എന്നാൽ അവിടെയുള്ള ക്ഷേത്ര ഭാരവാഹികളും ഉത്സാഹികളായ ചെറുപ്പക്കാരും എല്ലാം കൂടി അതിന് വേണ്ട പബ്ലിസിറ്റി കൊടുത്തപ്പോൾ എന്തുപറ്റി? തിരുവൈരാണിക്കുളത്തെ പാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, തൃശ്ശൂർ എന്ന് വേണ്ട കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഭക്തരെ ആകർഷിക്കുന്ന ഒരു വലിയ ഉത്സവമായി മാറി. അതാണ് PR വർക്ക് അല്ലെങ്കിൽ പബ്ലിസിറ്റി. അവിടെ ഭക്തിയുമുണ്ട്, ബിസിനസ്സുമുണ്ട്. എന്തിന്? ശബരിമല തീർത്ഥാടന കാലം തന്നെ കേരളത്തിൽ നല്ലൊരു ബിസിനസ് സീസൺ അല്ലേ? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും ഭക്തജന തിരക്ക് കൂടി വരുന്നതല്ലാതെ കുറയുന്നുണ്ടോ? അവിടെയും ബിസിനസ് ഇല്ലേ? ഇതൊക്കെ വേണമെങ്കിൽ BJPയെ പ്രീണിപ്പിക്കാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെയാണ് കുഴപ്പം. പിന്നെ ശ്രീമതി സിന്ധു ഇന്ത്യ ടുഡേയുടെ സർവേയെ അധികരിച്ച് BJPയുടെ കേരളത്തിലെ വളർച്ചയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഹിന്ദുത്വയെ എതിർക്കലും ഹിന്ദു ഫാസിസത്തെ എതിർക്കലും ഇപ്പോൾ CPMൻ്റെ അജണ്ടയിൽ ഇല്ലത്രേ. ഹിന്ദു ഫാസിസത്തെ നിങ്ങൾ എതിർത്തോളൂ, പക്ഷേ എന്തിനാണ് ഹിന്ദുത്വയെ എതിർക്കുന്നത്? ഞങ്ങൾ ഹിന്ദുക്കൾ എന്തു പിഴച്ചു? ഞങ്ങൾ എവിടെയെങ്കിലും ബോംബ് വയ്ക്കാൻ പോയോ? എന്താണ് ഫാസിസം എന്ന് ശ്രീമതിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ചൊറിയുമ്പോൾ ഹിന്ദുവിനെ തന്നെ ചൊറിയണം. വേറെ ആരെയും ചൊറിയുവാൻ നാവ് പൊന്തില്ല. കാരണം പേടിയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ്. ഈ പുങ്കവൻ്റെ ചാനലാണ് ഏഷ്യാനെറ്റ്. പക്ഷേ ചാനലിൽ ആര് വാ തുറന്നാലും ഹിന്ദുവിന് എതിരെയായിരിക്കും പറയുക. ഇതെന്താണ് മുതലാളി ഇങ്ങനെ എന്ന് ആരും ചോദിക്കരുത്. മുതലാളി സിന്ധു സൂര്യകുമാരിയുടെ കവർ സ്റ്റോറി കണ്ടപ്പോൾ തന്നെ എക്സിൽ ഒരു പോസ്റ്റുമിട്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു. ഈ മനുഷ്യൻ ഇപ്പോൾ കേരള BJPയുടെ പ്രസിഡന്റ് ആകാൻ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഇങ്ങേരെങ്ങാനും പ്രസിഡന്റ് ആയാൽ അന്ന് കേരളത്തിൽ BJP എന്ന പാർട്ടി തീരും. ഇയാൾ പറഞ്ഞാൽ ഇയാളുടെ ഒരു ജോലിക്കാരി പോലും കേൾക്കില്ല. അപ്പോഴാണ് പാർട്ടിയിലെ അംഗങ്ങളും പ്രവർത്തകരും. വല്ലതും നടന്നത് തന്നെ. ഇനി ഈ വാദത്തിനു വേണ്ടി കേരളത്തിൽ BJP വളരുന്നു എന്ന് സമ്മതിച്ചാൽ അതിൻ്റെ കാരണം തന്നെ എങ്ങും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. നിങ്ങൾ മാപ്രകൾ തന്നെയാണ് അതിന് കാരണം. നിങ്ങളിങ്ങനെ എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ ഏതൊരു സാധാരണ ഹിന്ദുവും BJP ആയി പോകും. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങളെ BJP ആക്കി. BJPയെ രാഷ്ട്രീയമായി എതിർക്കാം, വിമർശിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. എന്നാൽ BJPയെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറുന്നത്? ശബരിമലയിൽ പോയാൽ പ്രശ്നമാണ്, കുംഭമേളയിൽ പോയാൽ അതിലും വലിയ പ്രശ്നമാണ്. ഇനി BJP വളരുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയ നയം. അതാണ് ആ മറ്റൊരു കാരണം. അത് ഭരിക്കുന്നവരെയും പ്രതിപക്ഷത്തെയും പറഞ്ഞു മനസ്സിലാക്കേണ്ട ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് അത് ഇങ്ങനെയുമാണ്. SDPAയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാത്തത് BJPക്ക് അത് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുമെന്ന ഒറ്റ കാരണം കൊണ്ടാണ് എന്ന് നിങ്ങളുടെ സുഹൃത്ത് മറ്റൊരു മാപ്ര പറഞ്ഞതും ഇവിടെയുള്ളവർ ആരും മറന്നിട്ടില്ല. യഥാർത്ഥത്തിൽ നിങ്ങളല്ലേ ജനാധിപത്യത്തിൽ ഒരു തിരുത്തൽ ശക്തി ആകേണ്ടത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങളുടേത് കേരളത്തിൽ സെലക്റ്റീവ് ജേർണലിസമാണ്. ഇത് ജേർണലിസമാണോ അതോ ജീർണലിസമാണോ? ഈ ഒരു സെലക്റ്റീവ് ജേർണലിസം നിങ്ങളെ എങ്ങും എത്തിക്കില്ല. ഒരു സംശയവും വേണ്ട, ഓർമ്മിക്കുക. യാഥാർത്ഥ്യം എന്താണ് എന്ന് സാധാരണക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ശ്രീമാൻ ട്രംപ് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ ജോർജ് സോറോസിൻ്റെ പണം കൈപ്പറ്റിയ മാപ്രകളുടെ കാര്യം പറയുന്നുണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടോ, ആരൊക്കെ പിടിക്കപ്പെടും എന്ന് അറിയില്ല. നിങ്ങളുടെ ടാഗ് ലൈൻ തന്നെ നേരോടെ, നിരന്തരം, നിർഭയം എന്നൊക്കെയാണല്ലോ. നല്ലതാണ്. എന്നാലും നിരന്തരമല്ലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും നേരോടെ, നിർഭയം കാര്യങ്ങൾ പറയുവാൻ തയ്യാറാകണം. സോഷ്യൽ മീഡിയയുടെ കാലമാണ് സാർ. വാർത്തകളും വിവരങ്ങളും ജനത്തിൻ്റെ വിരൽ തുമ്പിലാണ് സാർ. അതുമാത്രം ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.